ഗൈസ്, അപ്പോൾ പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിറങ്ങി. എനിക്ക് കണ്ടിട്ട് ഒരു എക്സ്പെരിമെൻ്റൽ പടം, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര കാരിക്കേച്ചർ സ്റ്റൈലിൽ സ്ലാപ്സ്റ്റിക് ആയാലും എന്താ വെച്ചാൽ ഭയങ്കര ഓവർ ദ ടോപ്പാണ് ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ആയാലും അവരുടെ ആക്ടിങ് ആയാലും. പടം തുടങ്ങുമ്പോൾ ഒരു സംഭവം നമുക്ക് കിട്ടും, ഇത് ഇങ്ങനത്തെ ഒരു പടമാണെന്ന്. പൈങ്കിളി ലെവലാണ് സാധനം. അപ്പോൾ അത് മനസ്സിലാക്കി കാണുന്നവർ ഇത് എൻജോയ് ചെയ്യും. അല്ലാത്തവർക്ക് പക്ക നിരാശയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ പേരൊക്കെ കണ്ടിട്ട് പള്ളു വിളിച്ചോട്ടിറങ്ങിയതാണ് ഞാൻ കേട്ടത്. അപ്പോൾ ആ ഒരു ലെവല് പടമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. എല്ലാവർക്കും സജിൻ ഗോപു ആണ് മെയിൻ, പുള്ളിയാണ് മെയിൻ, ശരിയാണ്. പക്ഷേ പുള്ളീൻ്റെ വൺ മാൻ ഷോ ആയിരുന്നു. പുള്ളി കേട്ടങ്ങ് അർമാദിക്കായിരുന്നു. കൂടുതലും കോമഡീസും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ പടത്തിൽ. അവസാനമൊക്കെ ആകുമ്പോഴാണ് ഈ ഇമോഷണൽ ട്രാക്ക് വരുന്നത്. പക്ഷെ അവിടെയും പുള്ളി അങ്ങ് സ്കോർ ചെയ്തു. പിന്നെ അനശ്വരയുണ്ട്, ചന്തു, പിന്നെ നമ്മുടെ മറ്റേ ആനന്ദത്തിലെ മറ്റേ എന്ത് ഷാനവാസായിരുന്നു മച്ചൻ്റെ പേര് ഞാൻ പറഞ്ഞു. ആനന്ദം പോട്ടെ, ആവേശത്തിലെ ശാന്തൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത മച്ചാൻ. അങ്ങനെ കുറേ പേരുണ്ട്. പിന്നെ നമ്മുടെ മച്ചാൻ്റെ പേരുണ്ടായിരുന്നു അൽത്താഫ് എന്നോ, നമ്മുടെ മെയിൻ പഴയ ഗുണ്ട ഇടിക്കാരൻ, ആ ഒരു സ്കീമിലുള്ള ചേട്ടൻ, ആ പുള്ളിക്കാരനും പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിരുന്നു. പിന്നെ സുമ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്ത ഒരു പുള്ളിക്കാരിയുണ്ട്. അങ്ങനെ എല്ലാവരുടെ ആക്ടിങ് ആയാലും എല്ലാം ഓവർ ദ ടോപ്പാണ്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. എനിക്ക് ഇത്ര പറയുള്ളൂ, ഇതിനെ കൂടുതൽ ആയിട്ട് എനിക്കത് പറയില്ല. സജിൻ ഗോപുവിൻ്റെ ആക്ടിങ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, കാരണം പുള്ളി എല്ലാ പടത്തിലും, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട പൊന്മാനാണെങ്കിലും പണ്ടത്തെ ചുരുളിയാണെങ്കിലും ആവേശം, പിന്നെ രോമാഞ്ചം, എല്ലാത്തിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കഥാപാത്രമാണ് പുള്ളി ചെയ്തു വരുന്നത്. അപ്പോൾ ഈ പടത്തിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് മച്ചാൻ ചെയ്തിരിക്കുന്നത്. അത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ഈ പടം നെഞ്ചോട് ചേർക്കും, അല്ലാത്തവർക്ക് വൻ നിരാശയായിരിക്കും. ആ തുടക്കത്തിലൊരു സംഭവം കാണൂടെ, അത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടം ശരിക്കും എൻഗേജ് ആവും, എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. എൻ്റെ ഒപ്പം ഇരുന്നവരൊക്കെ നല്ലോണം ചിരിയും ബഹളമൊക്കെ തന്നെയായിരുന്നു. ആരും അങ്ങനെ ഉഴപ്പി വിട്ടോ പോലെ എനിക്ക് തോന്നിയില്ല. കോമഡീസൊക്കെ വർക്കായിട്ട് എല്ലാ സിറ്റുവേഷനിലും സംഭവങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ജിത്തു മാധവനാണ് കഥ എഴുതിയത്. അതാണ് എല്ലാവർക്കും ഉള്ള വലിയൊരു പ്രതീക്ഷ. ഫഹദാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ചിന്തയോടെ നിങ്ങൾ വന്നിട്ട് നിരാശയാവരുത് എന്നുള്ളൊരു ഇതെനിക്കുള്ളൂ. ഇത് പക്ക എക്സ്പീരിയൻസ് കൈൻഡ് ഓഫ് പടമാണ്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് ഇപ്പോൾ ഇ ഡി എന്ന് പറഞ്ഞ സിനിമയൊക്കെ പകുതി പേരും കണ്ടിട്ട് പോലും ഇല്ല, കാണാതെയാണ് എല്ലാവരും ഇത് ഷോം പടമെന്ന് പറഞ്ഞ് വിലയിരുത്തി കളഞ്ഞത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഭയങ്കര ഡാർക്കാണ്, ഭയങ്കര അറിയാമല്ലോ, എല്ലാവരും നാടകീയമാണ് മൊത്തം പടത്തിൽ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ദാവീദും കൂടി കണ്ടിട്ട് ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ബൈ ബൈ.